ഗ്രീക്ക് യോഗട്ട് ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സ്ത്രീകൾ പൊതുവെ ഫിറ്റ്നസ് നോക്കുന്നവരാണെങ്കിൽ ഈ ബ്രാൻഡിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കും. രണ്ടായിരത്തി 2015 ആക്ച്വലി സ്ഥാപനം ആരംഭിച്ചത്. ഇവർ മെയിനായിട്ട് സ്ത്രീകളുടെ ഫിറ്റ്നസ്സിനായിട്ടുള്ള പ്രോട്ടീൻസ്, ചോക്ലേറ്റ്സ്, ഐസ്ക്രീംസ്, ഡെസേർട്ട് എന്നിവയൊക്കെയാണ് മെയിനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി സ്ഥാപനം ആരംഭിച്ചപ്പോൾ ഇതിൻ്റെ പേര് എപ്പിഗാമി എന്നായിരുന്നു. പ്രധാനമായിട്ടും 4 സുഹൃത്തുക്കൾ ചേർന്നാണ് ഈ സ്ഥാപനം രൂപീകരിച്ചത്. രോഹൻ, ഉദയ് താക്കർ, ഗണേഷ് കൃഷ്ണമൂർത്തി, രാഹുൽ ജെയിൻ എന്നിവരാണ് മെയിനായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത്. ആക്ച്വലി ഇവർ ഹോക്കി പോക്കി എന്നൊരു ഐസ്ക്രീം ബ്രാൻഡായിട്ടായിരുന്നു ഈ സ്ഥാപനം ആരംഭിച്ചത്. പിന്നീട് അത് പ്രതിസന്ധികൾ നേരിട്ട സാഹചര്യത്തിലാണ് ഇവർ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിയത്. എപ്പിഗാമി എന്ന ഗ്രീക്ക് വേർഡാണ് അവർ ഈ സ്ഥാപനത്തിന് നൽകിയത്. അതിൻ്റെ പ്രധാനമായിട്ടുള്ള അർത്ഥം എന്നത് ഈ നഗരപ്രദേശങ്ങളിലൊക്കെ വിവാഹം കഴിക്കാനുള്ള അവകാശം, നിയമപരമായ അവകാശം നൽകുന്ന എന്നാണ് എപ്പിഗാമി എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം. ഈ എപ്പിഗാമിയുടെ പ്രധാനമായിട്ടുള്ള ദൗത്യം എന്നത് ഈ പരമ്പരാഗതമായിട്ടുള്ള പാലുൽപാദനങ്ങളെയൊക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് മാറ്റുക എന്നതായിരുന്നു. ഇവരുടെ പ്രൊഡക്ട്സ് മെയിനായിട്ടും ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങി വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്. ഇവർക്ക് അതുപോലെ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് സ്റ്റോറുകളും ഉണ്ട്. പക്ഷേ ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിൽമയ്ക്കൊക്കെ ഓരോ പ്രദേശങ്ങളിലും ബൂത്തുകളുണ്ട്. പക്ഷേ എന്നാൽ ഇവരുടെ ബൂത്തുകൾ എല്ലാ പ്രദേശങ്ങളിലും അവൈലബിൾ അല്ല. അതൊരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ചെന്നൈ, കൊച്ചി, മുംബൈ തുടങ്ങിയ നഗരപ്രദേശങ്ങളിലായിരിക്കും ഇവർ മെയിനായിട്ടും ഈ ബൂത്തുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിൻ്റെ മെയിനായിട്ടും ക്വാളിറ്റി കണ്ടിട്ടാണ് ദീപിക പത്കോൺ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. അവർ ഈ പ്രൊഡക്ട്സ് മെയിനായിട്ട് അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2023 മാർച്ചിലെ അവസാന സാമ്പത്തിക വർഷത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ 172 കോടിയായിരുന്നു ഈ സ്ഥാപനത്തിന് ലഭിച്ച ലാഭം. ഇതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി അല്ലാത്തതുകൊണ്ട് തന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. പക്ഷേ കമ്പനിയുടെ ഫ്രാഞ്ചൈസി വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ കമ്പനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് വാങ്ങി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് വളർത്താം.